ഹലോ, വരൂ നമുക്ക് വയനാടൻ കാഴ്ചകൾ ഓരോന്നായി കാണാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ താമരശ്ശേരി ചുരം വഴി വയനാട്ടിലെത്തി. വയനാട്ടിലെ ഞങ്ങളുടെ ആദ്യത്തെ ലൊക്കേഷൻ നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് ആയിരുന്നു. കൽപ്പറ്റയിൽ നിന്ന് ആരംഭിച്ച് കൽപ്പറ്റ മേപ്പാടി വഴി നെല്ലറച്ചാലിലെത്തി. മേപ്പാടിയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയാണ് നെല്ലറച്ചാൽ. നിങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരികയാണെങ്കിൽ സുൽത്താൻ ബത്തേരി അമ്പലവയൽ റൂട്ടിൽ നെല്ലറച്ചാൽ വ്യൂ പോയിന്റിലേക്ക് ഏകദേശം 17 കിലോമീറ്റർ ഉണ്ട്. കൽപ്പറ്റയിൽ നിന്നാണെങ്കിൽ കൽപ്പറ്റ, മേപ്പാടി, നെടുമ്പാല, നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് റൂട്ടിൽ ഏകദേശം 20 കിലോമീറ്റർ ദൂരമുണ്ട്. നെല്ലറച്ചാലിലേക്കുള്ള വഴിയിൽ ഇരുവശവും വിശാലമായ കാപ്പി, തേയില തോട്ടങ്ങളാണ്. മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് ഈ ഗ്രാമം എന്നതാണ് നെല്ലറച്ചാലിനെ അസാധാരണമാക്കുന്നത്. നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് സൂര്യാസ്തമയം കാണുന്നതിന് വളരെ പ്രസിദ്ധമാണ്. വയനാട്ടിലെ തീരെ തിരക്കു കുറവുള്ള ഒരു സ്ഥലമാണിത്. തടാകവും മനോഹരമായ സൂര്യാസ്തമയവും കണ്ട് സമയം ചിലവഴിക്കാൻ കഴിയുന്ന ശാന്തമായ ഒരു സ്ഥലമാണ് നെല്ലറച്ചാൽ. വാഹനത്തിൽ വരുമ്പോൾ കാരാപ്പുഴ അണക്കെട്ടിന്റെ സൗന്ദര്യവും ആസ്വദിക്കാം. നെല്ലറച്ചാൽ നിരവധി പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായി ചരിത്രം പറയുന്നു. മലബാറിന്റെ സിംഹമായ പഴശ്ശിരാജയും അമ്പെയ്ത്ത് വിദഗ്ധനായ നെല്ലറച്ചാലിൽ നിന്നുള്ള ഗോവിന്ദനും ചേർന്ന് കുറിച്ചിയ ഗോത്രവർഗക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധം നടത്തിയിരുന്നു. വയനാട്ടിലെ പണിയൻ ആദിവാസികൾ നിർമ്മിച്ച തുടി എന്ന വാദ്യോപകരണം നെല്ലറച്ചാലിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം. ഇതിന്റെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം ആദിവാസികളെ സഹായിക്കാനാണ് ഉപയോഗിക്കുന്നത്.